എല്ലാവർക്കും ഡബ്ലിനിലെ ചില അങ്ങാടി വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആദ്യമേ പറയട്ടെ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. എന്നാൽ ചില നല്ലത് കാണുമ്പോൾ അത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഡബ്ലിൻ 15 സിറ്റി ഗ്രോസറിയിലാണ്. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ ഷോപ്പ് പരിചിതവുമാണ്. പുറമേ നിന്ന് നോക്കിയാൽ ചെറിയ ഷോറൂം, അകത്ത് കയറിയാൽ അതിവിശാലമായ കളക്ഷൻസ് എന്ന് കോട്ടയം അയ്യപ്പാസിനെ കുറിച്ചുള്ള ഒരു പഴയ പരസ്യവാചകം ഓർമ്മയില്ലാത്ത പഴയ തലമുറ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ സിറ്റി ഗ്രോസറിയുടെ അകത്തേക്ക് കയറിയാൽ ഏഷ്യൻ ഗ്രോസറിയുടെ അതിവിശാലമായൊരു കംപ്ലീറ്റ് കളക്ഷൻസ് നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. ഫ്രോസൺ ആയിട്ടുള്ളതും ഫ്രഷ് ആയിട്ടുള്ളതുമായ വെജിറ്റബിൾസ്, മീറ്റ്, നാടൻ പലഹാരങ്ങൾ, പലതരത്തിലുള്ള മസാലപ്പൊടികൾ എന്ന് വേണ്ട ഒരു മലയാളിയുടെ അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെയുണ്ട്. സാധാരണ ഏഷ്യൻ ഷോപ്പിൽ കിട്ടുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്കിവിടെ കിട്ടും. ഈ കടയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കട അവരെ അടുക്കി നീറ്റാക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. മറ്റുള്ള കടകളെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ അടുക്കിപ്പെറുക്കിൻ്റെ കാര്യത്തിൽ ഒരു ഇച്ചിരി ഓസിഡിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. ഇപ്പോൾ വീട്ടിൽ തന്നെയാണെങ്കിലും ഞാൻ പിള്ളേരോടും എൻ്റെ കെട്ടിയവനോടും ഒക്കെ ഈ കാര്യത്തിൽ ഒരു ഇച്ചിരി വശപ്പശക. അപ്പോൾ ഈ കടയിലേക്ക് വരുമ്പം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും എൻ്റെ മനസ്സിന് സന്തോഷം നൽകുന്നതും ഈ അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ച തന്നെയാണ്. അവരത് മെയിൻറ്റെയിൻ ചെയ്യാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചില നൊസ്റ്റാൾജി ഐറ്റംസ് ആയിട്ടുള്ള പുളിമിഠായി, ഇഞ്ചി മിഠായി, നാരങ്ങ മിഠായി, ഇതൊക്കെ കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിർമ എന്നതിനേക്കാൾ ഉപരി മനസ്സിനൊരു സന്തോഷമാണ്. അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഷോപ്പിൻ്റെ ഒരു വശത്തായിട്ട് ഇവരൊരു കുട്ടി ചായക്കട തന്നെ ഒരുക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഷോപ്പിങ്ങിനിടയിൽ ഒരു റിലാക്സേഷൻ. നമ്മുടെ നാട്ടിലെ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ ചായക്കടകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല കടുപ്പത്തിലൊരു ചായയും കൂടെ ചൂട് പരിപ്പുവടയോ പഴംപൊരിയോ സമോസയോ ഒരു എഗ് പഫ്സോ ഒക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാം. പണ്ടത്തെ ചായക്കടകളൊക്കെ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം, രാഷ്ട്രീയവും സിനിമയും ഒക്കെ ഇടകലർന്ന അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു സെയിം ആംബിയൻസ് ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് അതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആ പഴയ കാലങ്ങളും ആ പഴയ വൈബും ആ ഫീലും ഒക്കെ ഓർമ്മ വരും. അപ്പം ഡബ്ലിനിൽ ഇങ്ങനെയൊരു നാടൻ വൈബ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വന്നാലും ഇവിടെ നല്ല ചൂട് സ്നാക്സും ചായയും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഷോപ്പിങ്ങിനൊപ്പം തന്നെ ഒരു ചെറിയ നാടൻ ഫീലും കൂടെ നൽകാൻ സിറ്റി ഗ്രോസറി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡബ്ലിൻ 15 പരിസരത്തോ ഉള്ളവർ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ ഡബ്ലിനിലെ ചില വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം.